സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓർത്തോ പ്രൊജക്ഷൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബൗണ്ടഡ് ഓപ്പറേറ്ററിലാണ്, എ ഫ്രം എച്ച് ടു എച്ച് എന്ന് പറഞ്ഞാൽ ഹിൽബർട്ട് സ്പേസിൽ. ഓക്കെ, പക്ഷേ നമ്മൾ ഓർത്തോ പ്രൊജക്ഷനെ നമ്മൾ അങ്ങനെ ഒരു ബൗണ്ടഡ് ഓപ്പറേറ്ററിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ഈ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ സിമെട്രിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ്. ഇന്ന പ്രോഡക്റ്റ് എ എക്സ് വൈ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് എ വൈ. സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താ, ഒരു ബൗണ്ടഡ് ഓപ്പറേറ്ററാണ്. പക്ഷേ ഇവിടെ പി എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണെന്നല്ല, ഇവിടെ പി എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷനാണ്. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു പ്രൊജക്ഷനാണ്. അതിനെയാണ് നമ്മൾ ഓർത്തോ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഈഫ് പി ഈക്വൽ ടു പി സ്റ്റാർ. ഇവിടെ ഒരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ്, ഇവിടെ ഈഫ് കണ്ടീഷനേ ഉള്ളൂ. പി ഈക്വൽ ടു പി സ്റ്റാർ. പി ഈക്വൽ ടു പി സ്റ്റാർ എന്ന് പറയുന്നത് ഇന്ന പ്രോഡക്റ്റ് പി എക്സ് വൈ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് പി വൈ. ഇവിടെ രണ്ട് ഭാഗത്തും എക്സ് പി വൈ എന്ന് പറയുന്നത് നമ്മുടെ ഹിൽബർട്ട് സ്പേസ് എച്ചിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ഇതിന് വേണ്ടി ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. ഇതിൽ എ എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണ്. ആ ഒരു ബൗണ്ടഡ് ഓപ്പറേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. ഇതൊരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ്. ഇന്ന പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് പറയുന്നത് ഇന്ന പ്രോഡക്റ്റ് എക്സ് എ വൈ ആണ്. അതേപോലെ പ്രൊജക്ഷൻ എന്ന് പറയുന്നതിൽ ഇതിൽ പി ഇന്ന പ്രോഡക്റ്റ് പി എക്സ് വൈ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് പി വൈ. അതിനെയാണ് നമ്മൾ പി ഈക്വൽ ടു പി സ്റ്റാർ എന്ന് പറയുക. ഇതിൽ പി എന്ന് പറയുന്നത് എന്താ, ഹിൽബർട്ട് സ്പേസ് എച്ചിലെ ഒരു പ്രൊജക്ഷനാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർത്തോ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക.